ഇത് നമ്മുടെ കരാമയിലെ വാഴയില റെസ്റ്റോറൻറ്റ്. ഇവിടെ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഒരു സ്പെഷ്യൽ സദ്യ ഉണ്ട്. 15 കൂട്ടം വിഭവങ്ങളുമായിട്ട് ഒരു കിടിലൻ നോൺ വെജ് സദ്യ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു നോൺ വെജ് സദ്യ കഴിക്കാൻ പോട്ടോ. സമുദ്ര സദ്യ എന്നൊക്കെ കേട്ടില്ലേ? അത് ഫിഷിൻ്റെ ഒത്തിരി ഡിഷസ് ഒക്കെ വെച്ചിട്ടുള്ള സമുദ്ര സദ്യ. ഇത് സമുദ്ര സദ്യ അല്ല, നോൺ വെജ് സദ്യ എന്ന് വെച്ചാൽ ഫിഷിൻ്റെ ഐറ്റംസ് ഉണ്ടാവും, അതുപോലെ ചിക്കൻ, മീറ്റ്, ഇതിൻ്റെ എല്ലാം തന്നെ ഡിഷസ് അതിനകത്തുണ്ടാവും. അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള കറികൾ, ഇതൊക്കെ കൂടിയിട്ടുള്ളൊരു സദ്യയാണ് നോൺ വെജ് സദ്യ. നമ്മൾ നേരെ പോകുന്നത്, നമ്മുടെ നോൺ വെജ് സദ്യ എൻജോയ് ചെയ്യാൻ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കരാമയിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം, നമുക്ക് ആ ഫുഡ് എൻജോയ് ചെയ്യാം. കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്ത് ഒരു സ്റ്റാഫ്. മറ്റൊരു വശത്ത് ഇന്നത്തെ ഊണിൻ്റെ തയ്യാറായിട്ടുള്ള കറികൾ ഒരു ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. ഇതിനെല്ലാം പുറമെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ തിരക്ക് മുൻകൂട്ടി മനസ്സിലാക്കി ചട്ടപ്പട ഓടി നടന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് നടക്കുന്ന സ്റ്റാഫ്. നമ്മുടെ സദ്യയുടെ ഇലയെത്തി, പപ്പടം എത്തി, ഓരോ കറിയും വരി വരിയായിട്ട് ഇലയിൽ എത്തിക്കൊണ്ടേയിരുന്നു. ഈ വിളമ്പി തരുന്ന ഓരോ കറിയും നോൺ വെജ് ആണ് എന്നതാണ് നമ്മുടെ ഈ സദ്യയുടെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഒരേ നോൺ വെജ് ഡിഷസ് തന്നെയായിരിക്കില്ല അടുത്ത ആഴ്ചയിൽ സദ്യക്ക് വിളമ്പുന്നത് എന്നതുകൂടിയുണ്ട് ഈ സദ്യയുടെ പ്രത്യേകത. അതായത് നമ്മുടെ ഈ സദ്യയിൽ മീൻ തേങ്ങ അരച്ച ചാറുകറി ആണെങ്കിൽ അടുത്ത ആഴ്ചയിൽ അത് മീൻ മുളക് കറിയോ ഫിഷ് മോളിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സദ്യ വിളമ്പിത്തുന്നത് നമ്മുടെ ജോജൻ ചേട്ടനാണേ. ജോജൻ ചേട്ടാ, ഈ കറികളൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാമോ? ഇത് താറാവ് കറിയാണ്. ഓക്കെ. ഇത് ചിക്കൻ ഉലർത്തിയതാണ്. ചിക്കൻ ഉലർത്തിയത്. ഉള്ളത് ബീഫ് ചീര. ബീഫ് ചീര. ചിക്കൻ ലിവർ റോസ്റ്റ്. ചിക്കൻ ലിവർ റോസ്റ്റ്. ഫിഷ് ഉലർത്തിയത്. ഫിഷ് ഉലർത്തിയത്. പിന്നെ ഇത് മേത്തി ബീഫ്. മേത്തി ബീഫാ? ഓ, ഓക്കെ. അടുത്തത് ഇത് അവക്കാഡോ ചിക്കൻ. അവക്കാഡോ ചിക്കൻ അതെന്താ പ്രത്യേകത? അവക്കാഡോ ചിക്കൻ നമ്മുടെ അവക്കാഡോ മിക്സ് ചെയ്തിട്ടുള്ള ചിക്കൻ. ഓ, അത് ശരി. ചിക്കനിൽ അവക്കാഡോ മിക്സ് ചെയ്യും. ഓഹോ, ഓക്കെ ഓക്കെ. പിന്നെ അടുത്തത് ഇത് പൈനാപ്പിൾ ബീഫ്. പൈനാപ്പിൾ ബീഫ്. ബീഫ്, ഓക്കെ. കരിക്ക് ചിക്കൻ. ഇളനീർ ചിക്കൻ അല്ലെങ്കിൽ കരിക്ക് ചിക്കൻ എന്ന് പറയുന്നത്. ഓ, അത് ശരി, ഓക്കെ. ഇതെന്ത് ഡിഷാണ്? പൈനാപ്പിൾ ഫിഷ്. പൈനാപ്പിൾ ഫിഷ് അല്ലേ? ഓക്കെ. ഇതിനകത്ത് ബട്ടർ ചിക്കൻ. അടുത്തത് ബട്ടർ ചിക്കൻ. പിന്നെ നമ്മുടെ ചാറുകറികളൊക്കെ എന്തൊക്കെയാണ്? ചാറുകറിയാണ്. ഇത് തേങ്ങ അരച്ചിട്ടുള്ള ഫിഷ് കറിയാണ്. ഓക്കെ. പിന്നെ ഇതിന്റെ കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ചിക്കന്റെ രസമാണ്. നമ്മൾ നോർമൽ രസമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ഈ നോൺ വെജ് സദ്യയിലായിരുന്നു ചിക്കൻ രസമാണ്. ഓക്കെ ഓക്കെ. മൊത്തം അപ്പൊ എത്ര ഡിഷസ് ഉണ്ട് ചേട്ടാ? 15 ഐറ്റംസ് ഉണ്ട്. 15 ഐറ്റംസ് ഉണ്ടല്ലേ? 15 നോൺ വെജ് ആണ്. ചിക്കൻ, ഫിഷ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടിയിട്ട് 15 ഐറ്റംസ് ഉണ്ട്. 15 ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. ആദ്യം നമുക്ക് നമ്മുടെ നാരങ്ങാച്ചാറി തുടങ്ങാം. കുറച്ച് നാരങ്ങാച്ചാരെടുത്ത് തേങ്ങ പുരട്ടിയിട്ട് കഴിച്ചു നോക്കിയാലോ? അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മീൻ പീസ് എടുത്തിട്ട് ആ മിക്സിലേക്ക് അങ്ങ് വെച്ചിട്ട് കുഴച്ചിട്ട് അങ്ങ് കഴിക്കാം. അടുത്തതേ അവക്കാഡോ ചിക്കൻ. ഫിഷ് ഒലത്തിയതിൻ്റെ ഒപ്പം ആ ബട്ടർ ചിക്കൻ്റെ കുറച്ച് ഗ്രേവിയും കൂടെ എടുക്കാം അല്ലേ? ചിക്കൻ അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ തൽക്കാലം. തേങ്ങ അരച്ച മീൻകറിയുടെയും ചിക്കൻ രസത്തിൻ്റെയും ഒപ്പം ബട്ടർ ചിക്കൻ്റെ മൈൽഡ് സ്വീറ്റ് ഗ്രേവിയോട് ചേരുമ്പോൾ സംഗതി ഉഷാറാട്ടാ. നെക്സ്റ്റ് ചിക്കൻ ഉലത്തിൻ്റെ ഒരു ചോട്ടാ കഷ്ണം എടുക്കാം. കൂട്ടത്തിൽ നമ്മുടെ പൈനാപ്പിൾ ബീഫ് കൂടെ ചേരുമ്പോൾ പിന്നെ പറയണോ പൂരം. ചിക്കൻ ലിവർ റോസ്റ്റിലെ തേങ്ങാക്കൊത്ത്. അയ്യ, ആ തേങ്ങാക്കൊത്തും അതും ആ ഗ്രേവിയും കൂടെ അങ്ങ് പിടിച്ചാണ്ടല്ലോ. നോൺ വെജ് വിഭവങ്ങൾ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു സദ്യ തന്നെ കേട്ടോ ഈ വാഴയില റെസ്റ്റോറൻറ്റിൽ ഒരുക്കി തരുന്നത്. എന്തായാലും ഇത്രയും വലിയ സദ്യ ഒരുക്കി തരുമ്പോൾ അതിൻ്റെ പുറകിലുള്ള എഫേർട്ട് മച്ചാമാരെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ. ലിവർ റോസ്റ്റിന് ചെറിയൊരു എരിവുണ്ട് കേട്ടോ. നമ്മുടെ ആ പൈനാപ്പിൾ കറി വെച്ച് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, അതങ്ങ് ബാലൻസായി. ഈ ഇരിക്കുന്ന ചിക്കൻ ചീര ഇട്ട് വെച്ചതുണ്ടല്ലോ, അതൊരു വെറൈറ്റി സംഭവം കേട്ടോ. ആ ഗ്രേവി ആയിട്ട് അങ്ങ് പിടിച്ചാലോ? ചിക്കൻ ചീര ഇട്ട് വെച്ചത്. പപ്പടം മുടിയുന്ന താളത്തിൽ ഇലയിലെ യൂണ് ഏകദേശമൊക്കെ തീരാറായിട്ടാ
മച്ചാമാരെ, നിങ്ങൾ എന്തായാലും വരുമ്പോൾ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് വന്ന് നല്ല ആസ്വദിച്ച് സദ്യ കഴിച്ചിട്ട് പോകുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.